ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്രസോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും അല്ലേ. 1000-2000 രൂപ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഒരു ലോട്ട് വാങ്ങാനായിട്ട് ലിവറേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഹെഡ്ജിങ് സീരീസിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്സ്റ്റോക്സ് ആണ്. അപ്പോൾ അപ്സ്റ്റോക്സ് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ അപ്സ്റ്റോക്സിൽ നമുക്ക് ഹെഡ്ജിങ് സീരീസ് റെഡിമെയ്ഡ് ആയിട്ട് അപ്സ്റ്റോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്സ്റ്റോക്സിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ കുറച്ച് മതി. 20,000 തൊട്ട് 30,000 റുപ്പീസ് വരെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കൊരു ഹെഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹെഡ്ജിങ്ങിനകത്ത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. സ്ട്രാങ്കിൾ, അയൺ ഫ്ലൈ, അയൺ കൗണ്ടർ, അങ്ങനെ കുറേ അധികം ഡേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആശാനൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നോൺ ഡയറക്ഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. നോൺ ഡയറക്ഷണൽ ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് റേഞ്ചിലേക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനാണ് നോൺ ഡയറക്ഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ലിമിറ്റഡ് ആണ്, പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ രണ്ട് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണത് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നിഫ്റ്റിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ അധികം ഡേറ്റാസ് കാണാൻ സാധിക്കും. സമ്മറി, ചാർട്ട്, ഓപ്ഷൻ ചെയിൻ, അതേപോലെ തന്നെ സ്ട്രാറ്റജീസ്. അപ്പോൾ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് വേണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ബുള്ളിഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആണെങ്കിൽ മാർക്കറ്റ് മേളിലേക്കോ താഴേക്കോ വളരെ നല്ല രീതിയിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വോളറ്റൈലിറ്റി എടുക്കാവുന്നതാണ്. മറ്റൊന്ന് ന്യൂട്രലാണ്. ന്യൂട്രലിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരു റേഞ്ചിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് OA അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നമുക്കത് സെലക്ട് ചെയ്ത് ഏതൊക്കെ സ്ട്രൈക്കാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും വോളറ്റൈൽ ആണെങ്കിലും ന്യൂട്രൽ ആണെങ്കിലും നമുക്ക് 3 ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടുന്ന പ്രോഫിറ്റ് അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എക്സാമ്പിളായിട്ട് കാണിച്ചു തരാവുന്നതാണ്. ഇപ്പോൾ 4,602 പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,787 റുപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടി. ഇതിനകത്ത് തന്നെ നമുക്ക് ട്രേഡ് ഡീറ്റെയിൽസ് ഒന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽ ഓർഡറും അതുപോലെ തന്നെ ഒരു ബൈ ഓർഡറും പ്ലേസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബൈ ഓർഡറിനെ പ്ലേസ് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൽ ഓർഡറും കൂടെ നമ്മളിവിടെ പ്ലേസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വ്യൂ ഗ്രാഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പോയിൻറ്റിന് മേളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ ആ ഒരു പോയിൻറ്റിന് മേളിലാണ് നിങ്ങൾക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു പോയിൻറ്റിന് താഴെയാണ് നിങ്ങൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലോസിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ പോയിൻറ്റിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് ഈ ഒരു ഗ്രാഫ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് 17,757 എബോവിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റ് നിങ്ങളിങ്ങനെ മാറ്റി നോക്കാൻ നേരം ഇപ്പോൾ 17,800 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2,367 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 4,650 രൂപയാണ്. അതെന്ന് പറയുന്നത് 17,850 ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന് മേളിൽ എത്ര മാർക്കറ്റ് മൂവ് ചെയ്താലും അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് 17,057 ബിലോയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം വരാവുന്ന ലോസ് എന്ന് പറയുന്നത് 2,850 റുപ്പീസാണ്. മാർക്കറ്റിന് എത്ര താഴെ പോയാലും ഈ ഒരു ലോസ് ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം വരാവുന്നത്. ഹെഡ്ജിങ്ങിൻ്റെ ബെനിഫിറ്റ് ഇതാണ്. നമുക്ക് പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, അതേപോലെ തന്നെ ലോസും ലിമിറ്റഡ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിലുള്ള കണ്ടീഷനുകൾ നമുക്ക് നോക്കാവുന്നതാണ്. മാർക്കറ്റ് ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാഫിലേക്ക് നമുക്ക് നോക്കാം. ഗ്രാഫിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് 17,624 ആണ്. 17,624 ബിലോയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. മാക്സിമം പ്രോഫിറ്റ് വരുന്നതെന്ന് പറയുന്നത് 17,550 ബിലോയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3,700 റുപ്പീസ് നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. 17,700 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ലോസായ 3,800 റുപ്പീസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. മാക്സിമം നമുക്ക് ഇത്രയും രൂപയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ലോസ് എന്ന് പറയുന്നത് ഇത്രയും തന്നെയാണ്. ഇതിന് മാർക്കറ്റിന് മേളിൽ എത്ര താഴെ പോയാലും ഈ ഒരു പ്രോഫിറ്റും ലോസും മാറില്ല. നെക്സ്റ്റ് വരുന്നത് വോളറ്റൈലാണ്.
വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്ത് വെക്കുന്നതിനെയാണ് നമുക്ക് വോളറ്റൈൽ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ട്രേഡ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നെ വ്യൂ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് 17,391 ബിലോയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ 18,109 എബോയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റാണ്. ഇൻ ബിറ്റ്വീൻ ഇതിന് രണ്ടിനും ഇടയിൽ എവിടെ ക്ലോസ് ചെയ്താലും നിങ്ങൾ ലോസിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം വോളറ്റൈൽ നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അത്രയ്ക്കും നല്ല മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് 1,000-2,000 രൂപയ്ക്കൊക്കെ നമുക്ക് നോർമലി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കുന്നതിനാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. നമ്മുടെ ആശാനൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും ഇത് തന്നെയാണ്. അപ്പോൾ ഞാനും ആ ഹെഡ്ജിങ് സീരീസിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ന്യൂട്രൽ സ്ട്രാറ്റജീസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50,000 to 60,000 റുപ്പീസോളം നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പൊസിഷനിൽ എൻറ്റേർഡ് ആണ്. ഞാൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചകളിൽ ഞാൻ എൻ്റെ ഈ ഒരു പൊസിഷനിൽ ഞാൻ എൻട്രി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഈ ഒരു പൊസിഷനിൽ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് 2 ബൈ ഓർഡേഴ്സും 2 സെൽ ഓർഡേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാപിറ്റൽ വേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് നമുക്ക് 17,500-നും 17,894-നും ബിറ്റ്വീനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. അത് മേളിലേക്ക് എത്ര പോയാലും താഴേക്ക് എത്ര പോയാലും നമുക്ക് മാക്സിമം വരാവുന്ന ലോസ് എന്ന് പറയുന്നത് 2,797 റുപ്പീസാണ് നമുക്ക് മാക്സിമം വരാവുന്ന ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് റേഞ്ചിൽ നിൽക്കുന്ന സമയത്താണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. 17,600-നും 17,800-നും ഇടയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം പ്രോഫിറ്റായ 4,702 നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ റെഫറൽ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റെഫറൽ ലിങ്ക് വഴി നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഗ്രൂപ്പിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്.